Hey guys, welcome back to my channel Laptop Tips and Tricks in Malayalam. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്ന ടിപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, ഈ കൊറോണ സാഹചര്യത്തിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് സൂം. വീഡിയോ കോൺഫറൻസിങ്ങിലും ഓൺലൈൻ ക്ലാസ്സുകൾക്കും വേൾഡിൽ നമ്പർ 1 സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ആപ്പാണിത്. സൂം ഒരുപാട് ഫീച്ചറുകൾ തരുന്നുണ്ട്. അതിലൊരു വളരെ യൂസ്ഫുൾ ഫീച്ചറാണ് സ്ക്രീൻ ഷെയറിംഗ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് സ്ക്രീൻ ഷെയർ ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഒരു ടീച്ചർ ഒരു സ്റ്റുഡൻറ്റിനോട് സ്ക്രീനിൽ ഷെയർ ചെയ്തിരിക്കുന്ന MCQ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചോദിച്ചാൽ സ്റ്റുഡൻസിന് ഉത്തരം ടിക്ക് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന ഫീച്ചറിൻ്റെ പേരാണ് അനോറ്റേറ്റ്. ഇതും ഒരു യൂസ്ഫുൾ ഫീച്ചറാണ്. എന്നാൽ ചിലർ ഈ ഫീച്ചർ മിസ്യൂസ് ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന്, സ്ക്രീനിൽ അനാവശ്യമായി വരയ്ക്കുക. ഇത് ടീച്ചേഴ്സിന് വളരെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഞാൻ ഇന്ന് ഇതിനൊരു പരിഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി സൂം ആപ്പ് ഓപ്പൺ ചെയ്യാം. ഇതാണ് സൂമിൻ്റെ ഹോം പേജ്. ഞാൻ ഓൾറെഡി ഇവിടെ ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കണ്ടോ, നമ്മുടെ മീറ്റിംഗ് ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇവിടെ താഴെ ഗ്രീൻ കളറിൽ ഷെയർ സ്ക്രീൻ എന്ന് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് പ്രസ് ചെയ്താൽ നമ്മുടെ സ്ക്രീൻ ഷെയർ ആയി തുടങ്ങും. അപ്പോൾ ഇവിടെ പ്രസ് ചെയ്ത് കഴിയുന്നേരം അവർ ചോദിക്കും, സ്ക്രീനാണോ ഷെയർ ചെയ്യേണ്ടത് അതോ വൈറ്റ് ബോർഡാണോ ഷെയർ ചെയ്യേണ്ടതെന്ന്. ഞാൻ ഇന്ന് സ്ക്രീനാണ് ഷെയർ ചെയ്യുന്നത്. ഷെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, അതവിടെ പ്രസ് ചെയ്യുക. നമ്മുടെ സ്ക്രീൻ ഇപ്പോൾ ഷെയർ ആയി തുടങ്ങിയിട്ടുണ്ട്. സോ അനോറ്റേഷൻ എന്ന ഓപ്ഷൻ എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ വേറെ ഡിവൈസിൽ നിന്നും കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഡിവൈസിൽ ഞാൻ കയറിയിട്ടുണ്ട്. ഞാൻ ഈ മീറ്റിങ്ങിൽ ഇപ്പോൾ കയറിയിട്ടുണ്ട്. ഡിവൈസിൽ നിന്നും സ്ക്രിബിൾ ചെയ്ത് കാണിക്കാം. കണ്ടോ, ഇങ്ങനെ സ്ക്രിബിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കിത് വളരെ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും. പ്രത്യേകിച്ച് പ്രസൻറ്റേഴ്സിനൊക്കെ ഇത് വളരെ ബുദ്ധിമുട്ടാകുന്ന ഒരു കാര്യമാണ്. സോ ഇങ്ങനെയുള്ള ഈ ഓപ്ഷൻ നമുക്ക് എങ്ങനെ മാറ്റാം, ഇങ്ങനെയുള്ള ഡിസ്റ്റർബൻസ് എങ്ങനെ ഒഴിവാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. നമുക്ക് അതിനിപ്പോൾ ഉള്ള റിമൂവ് ചെയ്യാൻ വേണ്ടി അനോറ്റേറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഉണ്ട്, പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്കും സ്ക്രിബിൾ ചെയ്യാം. എന്നിട്ട് ഇവിടെ ക്ലിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ക്ലിയർ ഓൾ ഡ്രോയിങ്സ് കൊടുത്താൽ ഇപ്പോൾ ഉള്ള തൽക്കാലത്തേക്കുള്ള ഇത് പോവും. ഇനി പാർട്ടിസിപ്പൻസിൻ്റെ ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ സ്ക്രീൻ ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സൈഡിൽ മോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഇവിടെ താഴെ 2 ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് അവർ. ഡിസേബിൾ പാർട്ടിസിപ്പൻസ് അനോറ്റേഷൻ, ഷോ നെയിം ഓഫ് അനോറ്റേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഷോ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ആരാണ് സ്ക്രിബിൾ ചെയ്യുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. ഇപ്പം ഞാൻ ഷോ നെയിം ഓഫ് അനോറ്റേറ്റേഴ്സ് കൊടുക്കുവാണ്. സ്ക്രിബിൾ ചെയ്തിരിക്കുന്ന ജാങ്കോ എന്നാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെയാണെങ്കിൽ ഏത് ജാങ്കോയിനെ വേണമെങ്കിലും നമുക്ക് പെടുത്താനുള്ള ഈ ഒരു ഐഡിയയാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഈ അനോറ്റേറ്റ് ഓപ്ഷനിൽ പോകുക, ക്ലിയർ ഓൾ ഡ്രോയിങ് കൊടുക്കുക. സോ ഇന്ന് നമുക്ക് ഈ ജാങ്കോയിനെ പെടുത്താൻ വേണ്ടിയുള്ള ഐഡിയ ആണ് മോർ കൊടുത്തിട്ട് ഡിസേബിൾ പാർട്ടിസിപ്പൻസ് അനോറ്റേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് പ്രസ് ചെയ്തു. ഇനി വേറെ ആർക്കും ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ കഴിയില്ല. സോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ വീഡിയോ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.